ഇത് ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ ടൈം. CCയുടെ എല്ലാ കോഴ്സുകളും ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം 30% ഓഫർ പ്രൈസിൽ. 20-ാം തീയതി മുതൽ 27-ാം തീയതി വരെ മാത്രമാണ് ഈ ഒരു അവസരം. അപ്പോൾ ഇനി വരുന്ന പുതുവർഷം നിങ്ങൾക്ക് പഠനത്തിന്റെ വർഷമാക്കി മാറ്റാം. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മാളവിക. HSAയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. ഈ വരുന്ന ഡിസംബർ 31 HSAയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ നടന്നു വരുന്ന PSCയുടെ ഒക്കെ ട്രെൻഡ് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അതായത് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് 6 മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം പെട്ടെന്ന് തന്നെ തുടങ്ങുക, നന്നായി പഠിക്കുക. HSAയുടെ ഒരു 180 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ബോധ്യത്തോട് കൂടിയിട്ട് എല്ലാ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കുക. നിങ്ങളെ സഹായിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ സിലബസിലേക്ക് ഒന്ന് പോയാലോ? ആദ്യത്തത് പതിവ് പോലെ എല്ലാ PSCയിലും വരുന്നത് പോലെ നമ്മളുടെ മൊഡ്യൂളിൽ ആദ്യത്തത് ഫ്രീഡം മൂവ്മെന്റും അതുപോലെ തന്നെ ജനറൽ നോളജ് ഒക്കെയാണ് ആദ്യത്തെ മൊഡ്യൂൾ വരുന്നത്. പിന്നെയുള്ള പാർട്ടിൽ വരുന്നത് എന്താണ്? മാത്സും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സും ആണ് വരുന്നത്. ഞാൻ അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നേരെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തേക്ക് പോവാം. നിങ്ങൾ കഴിഞ്ഞ HSAയുടെ ഒക്കെ ചോദ്യ പേപ്പർ അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് HSAയുടെ ചോദ്യ പേപ്പറുകൾ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. സ്റ്റാറ്റിന്റെ ക്വസ്റ്റ്യന്റെ ഡീപ്നെസ് അല്ലെ ഡീപ്പായിട്ടാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചെറിയ ഒരു സാധ്യത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ നിന്ന് ഇപ്പൊ അതിന്റെ ലെവൽ കുറച്ചും കൂടി വരുന്നുണ്ട്. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും പറയുന്നത് ഈ സ്റ്റാറ്റിന്റെ ഭാഗം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. കാരണം മാത്സ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുമ്പോൾ സ്റ്റാറ്റിന്റെ അത്തരം ചെറിയ ഭാഗങ്ങൾ കുറച്ചധികം ചോദിക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാറ്റിൽ കുറച്ചും കൂടി നല്ലൊരു ബേസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ എല്ലാ സിലബസും കൂടാതെ തന്നെ അതിന്റെ ഓരോ ഭാഗത്തിൽ നിന്ന് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ, ഏതൊക്കെയാണ് സ്റ്റാറ്റിൽ വരുന്ന സിലബസിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കിയാലോ. ആദ്യത്തത് ഡാറ്റ റെപ്രസെന്റേഷൻ ആണ്. റോ ഡാറ്റ ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലേക്ക് പഠിച്ചൊരു ഭാഗമാണ്. എന്നാ കൂടി ഇതിൽ എന്തൊക്കെയാ വരിക എന്ന് വെച്ചാൽ എവിടെ എന്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മളിൽ ഏറ്റവും നോക്കേണ്ടത്. ഇപ്പൊ ഹിസ്റ്റോഗ്രാം വരികയാണ് അല്ലെങ്കിൽ പൈ ചാർട്ട് വരാം. ഏത് ഡാറ്റയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പെക്ട് ചെയ്യേണ്ടത്. വെറുതെ നമ്മൾ അത് പഠിച്ചു പോയാൽ മാത്രം പോരാ, അത് എവിടെ, എങ്ങനെ, എപ്പോൾ എന്നുള്ള ചോദ്യം കൂടി നമ്മൾ ആ ഒരു ഭാഗത്തിനോട് ചോദിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അത് ഏതിൽ വരും, എങ്ങനെ ആ ചോദ്യം വരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം എന്താണ് ഇതിൽ വരുന്നത്? ബാർ ഡയഗ്രം, പൈ ഡയഗ്രം, ഗ്രാഫും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒന്നുണ്ട്, എന്താണ്? ഒഗീവ്സ് വരുന്നുണ്ട്. ഇതും ഒരുപാട് കാലങ്ങളായിട്ട് ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നതാണ് അല്ലെ. അതിനുശേഷം നമുക്ക് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ എന്തൊക്കെയാ വരിക? നമ്മുടെ പെർസെന്റേജ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ അല്ലെ, മീൻ ഡീവിയേഷൻ, അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മൊമെന്റ്സ്, അതുപോലെ തന്നെ കുർട്ടോസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക. ഇവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മീനും മീഡിയനും തന്ന ആ മോഡ് കണ്ടെത്താൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. മോഡ് തന്നാൽ മീനും മീഡിയനും കണ്ടെത്താൻ ഇക്വേഷൻ ഉണ്ട് അല്ലെ. ഇനിയിപ്പോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീഡിയനും മോഡൊക്കെ തന്നാൽ നമുക്ക് മീൻ കണ്ടെത്താൻ ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ഓരോ ഇക്വേഷൻസ് ഈ ഓരോ ഭാഗത്തുനിന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഡിസ്പേർഷനോ അല്ലെങ്കിൽ 2 വേരിയബിൾ തന്നിട്ട് അല്ലെങ്കിൽ 2 ഡിസ്പേർഷൻസ് തന്നിട്ട് മൂന്നാമത്തത് കണ്ടുപിടിക്കാനായിരിക്കും മിക്കവാറും നമ്മുടെ ചോദ്യങ്ങൾ വരിക. അപ്പൊ നമുക്ക് എന്താ കൺഫ്യൂഷൻ ആവുക? നമുക്ക് മീൻ എന്താണെന്നറിയാം, മീഡിയൻ എന്താണെന്നറിയാം, പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെ മോഡ് കണ്ടെത്തും? അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ അറിയാം, ജോമെട്രിക് മീൻ അറിയാം, ഇതിൽ നിന്ന് എങ്ങനെ ഹാർമോണിക് മീൻ കണ്ടെത്തും എന്നുള്ളതായിരിക്കും നമ്മുടെ സംശയം വരിക. അതുകൊണ്ട് തന്നെ കൃത്യമായ പഠനം നിങ്ങൾ ഇന്നേ തുടങ്ങുക. ഇന്ന് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സിലബസും കംപ്ലീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അടുത്തത് പ്രോബബിലിറ്റിയിൽ വരുന്നതാണ്. നമുക്ക് റാൻഡം എക്സ്പെരിമെന്റ്സ് എന്താണ്, സാമ്പിൾ സ്പേസ്, ഇവന്റ്സ് എന്താണ് അല്ലെ, അതിൽ വരുന്നതാണ് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻസ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറം, സിമ്പിൾ ആയിട്ടുള്ള ബേസ് തിയറം, കണ്ടീഷണൽ പ്രോബബിലിറ്റി, അങ്ങനത്തെ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് മൊഡ്യൂൾ 6നെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. മൊഡ്യൂൾ 6 ഇത്രയും അടങ്ങിയതാണ്. മൊഡ്യൂൾ 6 മൾട്ടിപ്ലിക്കേഷൻ തിയറം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ബേസിക് ആയിട്ട് മൊഡ്യൂൾ 6 പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ബേസ് ആണ്, തുടക്കമാണ്. എങ്ങനെ ഡാറ്റ, എന്തിനാ സ്റ്റാറ്റിസ്റ്റിക്സ് ശരിക്കും ഉപയോഗിക്കുന്നത്? നമുക്ക് ഡാറ്റകളെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ, ടേബിൾ ആക്കാൻ, അതുപോലെ തന്നെ അതിനെന്താക്കാൻ, ഗ്രാഫായി റെപ്രസെന്റ് ചെയ്യാനും അതുപോലെ അതിൽ നിന്ന് അനാലിസിസ് ചെയ്യാനുമാണല്ലോ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്.
അപ്പൊ അതിന്റെ ഒരു തുടക്കമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പിന്നെയോ ഈ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയ ഡിസ്പേർഷൻസ് വേണം. എന്തൊക്കെ? വേരിയൻസ്, മീന്, അല്ലെ, അതുപോലത്തെ കാര്യങ്ങൾ അറിയണം. അതാണ് 6ാമത്തെ മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്റർ പോലെ വരുന്നത്. അതാണ് ലാസ്റ്റത്തെ എന്താണ്, അതും ഒരു തുടക്കമാണ്. നമുക്ക് 2 രീതിയിൽ ഇതാക്കാം. പ്രോബബിലിറ്റി, അല്ലെ, പ്രോബബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബബിലിറ്റി സാമ്പിളിങ് കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. അടുത്തത് നമുക്കുള്ളത് മൊഡ്യൂൾ 7 എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അല്ലെ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഓരോ സാമ്പിളുകളിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഓരോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ബീറ്റി ഉണ്ട്, അല്ലെ, ഇങ്ങനെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻസിലേക്ക് എന്നും ചോദിക്കുന്നതായിരിക്കും അതിന്റെ മീനും വേരിയൻസും കാര്യങ്ങളൊക്കെ. സ്റ്റാറ്റിസ്റ്റിക്സിൽ പൊതുവെയുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എന്തൊക്കെയോ പഠിക്കും, പക്ഷെ ഇതിന്റെ കണക്ഷൻസ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യും. പക്ഷെ ഈ കണക്ഷൻസ് മിസ്സാവുന്നിടത്തുനിന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തേത് എന്താണ്? പോസോൺ ബൈനോമിയൽ, അല്ലെ, ബൈനോമിയൽ നിന്നൊക്കെ ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോസോൺ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. പിന്നെന്താണ്? ബൈവാരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, 2 വാരിയേറ്റ്, 2 അതിലധികം വാരിയേറ്റ് വരുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോറിലേഷൻ, റിഗ്രഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാ കോറിലേഷൻ കണ്ടെത്തേണ്ടത്? 3 വഴിയുണ്ട്. എന്തൊക്കെയാണ്? സ്കാറ്റർ ഡയഗ്രാം, കാൽ പിയേഴ്സൺ കോഎഫിഷ്യന്റ്, സ്പിയേഴ്സ്മാൻസ് റാങ്ക് കോറിലേഷൻ. അതുപോലെ തന്നെ കോറിലേഷനും റിഗ്രഷനും തമ്മിൽ ബന്ധമുണ്ട്, അത് നിങ്ങൾക്കറിയാം. അതായത് ഈ റിഗ്രഷന്റെ കോറിലേഷൻ പാരാമീറ്റർ കണ്ടെത്താൻ നമുക്ക് റിഗ്രഷന്റെ 2 പാരാമീറ്റർ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? കോറിലേഷന്റെ പാരാമീറ്റർ കണ്ടെത്താം. ഇങ്ങനെയുള്ള ഓരോരോ വിദ്യകൾ, ഓരോ ടെക്നിക്കുകൾ ഈ ഓരോ ഭാഗത്തുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ നോക്കണം. അടുത്ത മൊഡ്യൂൾ 8 എന്ന് പറയുന്നത് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. നമ്മൾ നേരത്തെ കുറച്ച് പ്രോബബിലിറ്റി പഠിച്ചു, അതിൽ നിന്ന് സാമ്പിൾസ് പഠിച്ചു. സാമ്പിൾസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? അതിനോരോ ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന സെൻസസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഏത് രീതിയിലുള്ളതാണ്, അതെങ്ങനെയാണ്, അതിനെന്താ വിളിക്കുക, അതുപോലെ തന്നെ അതെങ്ങനെ നമ്മൾ എടുക്കും. നമ്മളൊരു സാമ്പിൾ എടുക്കണം. ഇപ്പൊ ഒരു ക്ലാസ്സിലെ ഒരു 1000 കുട്ടികളുള്ള ഒരു ക്ലാസ് അല്ലെങ്കിൽ വേണ്ട ഒരു സ്കൂൾ ഉണ്ടെന്ന് കരുതും. അവിടുത്തെ നിങ്ങൾക്ക് കുട്ടികളുടെ ഒരു പെർഫോമൻസ് നോക്കണം. ഓക്കെ, അപ്പൊ ആ പെർഫോമൻസിന് വേണ്ടി നിങ്ങൾ ഓരോ കൂട്ടങ്ങളായിട്ട് ഓരോ ആൾക്കാരെ എടുക്കുകയാണെന്ന് കരുതും. ഓരോ സാമ്പിളുകളായിട്ട് നിങ്ങൾ ആ ഓരോ കുട്ടികളെ എടുക്കുകയാണെന്ന് കരുതും. അവരെ എങ്ങനെ എടുക്കും? എല്ലാ A+കാരെ എടുക്കാൻ പറ്റും? ഇല്ല. എല്ലാം B+കാരെ എടുക്കാൻ പറ്റും? ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ നല്ല കൂട്ടങ്ങളെ എടുക്കാം? അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ നോക്കുന്നത്. പാരാമീറ്റേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എറർ, ഇങ്ങനത്തെ ഈ കാര്യങ്ങള്. പിന്നെ ആ അടിയിലോട്ട് പോകുമ്പോൾ നമുക്ക് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്, അല്ലെ, നമ്മൾ പ്രൊജക്ടുകളിലൊക്കെ ചെയ്യുമ്പോൾ പറയാം, അല്ലെ, ഹൈപ്പോത്തിസിസ് ശരിയില്ല, സിഗ്നിഫിക്കന്റ് അല്ല എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ആ ഭാഗമാണ് നമുക്ക് ബേസിക് കോൺസെപ്റ്റ് മാത്രമേ അവിടെ വേണ്ടൂ. ഇതാണ് മൊഡ്യൂൾ 8 വരുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ വേണ്ട. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ മലയാളത്തിലാണ് നമ്മുടെ പരീക്ഷ വരുന്നത്, അല്ലെ. ഇത് ഇത്രയും പഠിച്ച കാര്യങ്ങള് മാത്സ് ആയാലും സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും നമ്മൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് അത് പെട്ടെന്ന് മലയാളത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്, അല്ലെ. അത് എവിടുന്ന് അതിന്റെ കൃത്യമായ വാക്ക് കണ്ടെത്തും, എവിടെ പോവണം എന്നൊക്കെയുള്ള സംശയം എന്തായാലും നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടനെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ക്രിസ്മസ് ആയിട്ട് ഒരു 30% ഓഫ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കും. അപ്പൊ ഇതിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന്റെയൊക്കെ മലയാളങ്ങളൊക്കെ അറിഞ്ഞ് ഇത്രയൊന്നും ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷൻ നമുക്ക് എന്ത് ചെയ്യാം? കുറക്കാം. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ലളിതമായ രീതിയിൽ നമുക്ക് പഠിക്കാം. മലയാളമാണ്, അയ്യോ ഞാൻ മാത്സ് പഠിച്ചു പക്ഷെ ഇത് മലയാളമാണ് അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നവർ ഒട്ടും പേടിക്കണ്ട. കോമ്പറ്റേറ്റീവ് ക്രാക്കർ കൂടെ ഉണ്ട്. നമുക്ക് മലയാളം ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ അതിന്റെ ഒരു ഡിക്ഷണറി, അതുപോലെ തന്നെ ഓരോ വാക്കുകളിന്റെ അർത്ഥം മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കോമ്പറ്റേറ്റീവ് ക്രാക്കറുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിക്കുക. കാരണം അതേ ക്രിസ്മസിന്റെ ഓഫർ വരുന്നത് കൊണ്ട് ഓരോരോ ആൾക്കാരായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഓഫർ ഇതേ ഇപ്പൊ ലൈവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 30% ഓഫാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത്. ഈ ഓഫർ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇതിൽ സീറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങളുടെ കൂടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ടാവും. HSA അല്ലെങ്കിൽ ഹൈസ്കൂൾ അധ്യാപിക എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.